എല്ലാ പാർട്ടികളും ഇന്നലത്തെ വൻ പ്രകടനമായിരുന്നു. ബോംബെ നഗരത്തെ ഇളക്കി മറിച്ച പടുകൂറ്റൻ സമ്മേളനമായിരുന്നു ഇന്ത്യ ഇന്നലെ നടന്നത്. പാർട്ടിയുടെ ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട പങ്കെടുത്തൊരു മീറ്റിംഗ്. നിർഭാഗ്യവശാൽ CPM പങ്കെടുത്തില്ല. CPIയുടെ പ്രതിനിധി വന്നിരുന്നു. നിർഭാഗ്യവശാൽ CPM പങ്കെടുത്തില്ല. അവർക്ക് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് പ്രചരണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ആയുധം മാത്രമാണ്. ആത്മാർത്ഥ ഒട്ടുമില്ലാത്ത തെളിവാണ്. അത് അവർ സമാധാനമാണ്. എന്തുകൊണ്ട് പങ്കെടുത്തില്ല? രാഹുൽ ഗാന്ധി മത്സരിക്കുന്നത് പുതുതായിട്ടാണ് ഞാൻ മത്സരിക്കുന്നത് പുതുതായിട്ടാണ്. ഞങ്ങളെല്ലാം സന്യസിക്കണോ രാഷ്ട്രീയത്തിൽ മത്സരിക്കാതെ? ഒരു കാര്യം ഇവർ മനസ്സിലാക്കേണ്ടത്, BJPക്കെതിരെ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം ഒന്ന് CPM-കാരൻ കേൾക്കണം. രാഹുൽ ഗാന്ധിയുടെ നരേന്ദ്രമോദിക്കെതിരെ പറഞ്ഞ വിമർശനങ്ങളുടെ ശക്തി പിണറായി ഒന്ന് കേൾക്കണം. പിണറായി ഒരു വരി മോഡിയെക്കുറിച്ച് മിണ്ടുന്നില്ല. ഞാൻ ഇവിടെ വന്ന് മുഴുവൻ രാഹുൽ ഗാന്ധിയെ കുറിച്ച് പറയണം. മോഡിക്കെതിരെ പറയാത്തത് ആ പറയാൻ ധൈര്യം കാണിക്കുന്ന ആരാണ് ഇന്ത്യയിലെ രാഹുൽ ഗാന്ധി? അവിടെ വരാൻ ഈ നിസ്സാരമായ ബാലിശമായ കാരണങ്ങൾ മത്സരിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ അതൊന്നുമല്ല കാരണം. കാരണം വേറെ ഉണ്ട്. പേടിയാ മോഡിയെ. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി CAയുടെ വിഷയത്തിൽ കോൺഗ്രസ് പാർലമെന്റിൽ ഒന്നും ആരോപണം ഉന്നയിച്ചു. എന്റെ സുഹൃത്തെ, ഈ രാജ്യത്ത് നടക്കുന്ന CA മാത്രമല്ല, ഈ കേന്ദ്ര സർക്കാരിന്റെ ഇന്നത്തെ രാഹുൽ ഗാന്ധി പ്രശ്നമൊന്നും കേൾക്കണം. ഈ രാജ്യത്തെ ജനങ്ങളെ ഭിന്നിക്കാൻ വേണ്ടി ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ED ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് എന്തിനേറെ പറഞ്ഞു മാധ്യമങ്ങളെ പോലും ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന അതിഭീകരമായിട്ടുള്ള രാജ്യത്തെ ജനാധിപത്യ പ്രക്രിയയെ കുറിച്ച് അദ്ദേഹത്തിന് പ്രസംഗം 30-35 മിനിറ്റ് അദ്ദേഹം പ്രസംഗം, ഒരു മിനിറ്റ് പോലും വേറെ പറ്റിയിട്ടില്ല ഈ സബ്ജക്റ്റായിരുന്നു. അപ്പോൾ ഞങ്ങളെക്കുറിച്ചാണോ ഇതിനെക്കുറിച്ച് എതിർക്കുന്നില്ല എന്ന് പറഞ്ഞത്? ഇവരെവിടെ എതിർക്കുന്നത്? ഇന്ത്യ രാജ്യത്ത് ആകമാനം കേരളത്തിലുള്ള 10 ആളുകൾ BJPയുടെ ഞങ്ങളല്ലേ? ഇവിടെ പറയുന്നുണ്ട് രാഹുൽ ഗാന്ധി BJPക്കെതിരെ മത്സരിക്കാൻ. ഇവിടെ രാഹുൽ ഗാന്ധിയാണ് ഇന്ത്യയിലെ 350ഓളം BJP മത്സരിക്കുന്ന കോൺസ്റ്റിറ്റ്യുവൻസി എതിർക്കുന്നത്. ഓരോ സ്ഥലത്തും പോയി അദ്ദേഹമാണ് പ്രസംഗിക്കുന്നത്. അദ്ദേഹം ഓരോ BJPക്കാരെല്ലാം ശക്തമായി പോരാടുകയാണ്. നിങ്ങൾ കാണുമ്പോൾ അങ്കിലാപ്പാണ്. കേരളത്തിൽ അങ്കിലാപ്പിൽ നിന്ന് വരുന്ന കാര്യങ്ങളാണ്.